നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പൊതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പാകത്തിൽ ഒരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണ് തെറ്റിയാൽ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അതിവിദഗ്ധമായി റാഞ്ചാൻ കഴിവുള്ള ഉപ്പന്റെ കണ്ണുള്ള കഴുകനെ. എടി, അങ്ങനെ മോക്കൊരു സങ്കടം ഉണ്ടെങ്കിൽ അത് ചിറ്റപ്പന അറിയേണ്ടതാണല്ലോ. നീ കാര്യം പറ. ഈ സങ്കടം ചിറ്റപ്പൻ അറിയാവുന്ന തന്നെയാ. നമ്മുടെ വർഗശത്രുവിന്റെ പരാജയം അല്ല ഇവിടെ നടന്നിരിക്കുന്നേ, വിജയ. അതില് സന്തോഷിക്കാൻ സുസ്മിത കിട്ടില്ല. എന്റെ മോളെ എന്താണെന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ചു പറ. ഇപ്പൊ വളച്ചെടുത്ത നീയാണേ. വിഷ്ണു ശാലിനി ഒന്നിച്ചതായി എനിക്ക് വിവരം കിട്ടിച്ചിട്ടപ്പ. രണ്ടുപേരും പുതുമോടികളെ പോലെ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടക്കുക. രണ്ട് ധ്രുവങ്ങളിൽ ഇരിക്കേണ്ടവർ ഒന്നിച്ച് മധുവിധം ആഘോഷിച്ച് നടക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുമ്പോ ആർക്കാ ചിറ്റപ്പ സന്തോഷം തോന്നേ? ഞാൻ സന്തോഷിക്കണമെങ്കിൽ അവർക്കിടയിൽ ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാവണം, ദുരന്തങ്ങൾ സംഭവിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നീറി നീറി ചാവും. എടി, അവരെ എങ്ങനെ ഒരുമിക്കാനാ എന്റെ സുസ്മിതയെ? എടി, അവരെന്നും ഇങ്ങനെ അകന്നു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാ. എടി, അവന്റെ അമ്മ സത്യഭാമയല്ലേ? 4 കുറ്റി കണ്ണും ചെവിയുണ്ട്. ഇവരനങ്ങി അവരറിയും. ആ സ്ഥിതിക്ക് ഒളിച്ചല്ലാതെ ഒന്ന് മിണ്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടി, ഇപ്പം തന്നെ ആ കുട്ടിയുടെ കാര്യം. അതെ, ഒരിക്കലെങ്കിലും ഈ വിവരം സത്യഭാമയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് പറ്റില്ല. പിന്നെ അവരെങ്ങനെ ഒന്നിക്കുന്നോ നീ പറയുന്നേ? ചിറ്റപ്പ, സത്യഭാമയുടെ ജീവൻ എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാ. അവനെ ആശ്രയിച്ച സത്യഭാമയുടെ അഹങ്കാരവും ആഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അമ്മയ്ക്കൊപ്പം മകൻ നിൽക്കണമെങ്കിൽ അമ്മ ശാലിനിയെ അംഗീകരിച്ചേ ഒക്കൂ എന്നൊരു നിലപാട് വിഷ്ണു എടുത്ത മകന്റെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത അമ്മയ്ക്ക് അവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നാ അവരൊന്നിക്കില്ലേ? നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന ഈ ലക്ഷ്മണരേഖ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞ അവര് ജയിക്കും, അവരൊന്നിക്കും. ചിറ്റപ്പ, അവരൊന്നിച്ച ഞാൻ ആണയിട്ട് പറയാ, പിന്നെ ഈ സുസ്മിതയില്ല. മോളെ വരട്ടെ, നീ കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ. എടി, നമ്മളൊപ്പം അവിടുത്തെ വാൽഭാഗം ഉണ്ടല്ലോ, അവശേഷിക്കുന്ന അവശിഷ്ടമെന്ന് കരുതി പുറന്തള്ളിയ പുറമ്പോക്ക്. അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. വിഷ്ണുവിനും ശാലിനിക്കും സത്യഭാമയ്ക്കും ഇടയിലേക്ക് അവനെ നമുക്കൊരു മനുഷ്യ ബോംബാക്കി കടത്തിവിടാം. തൊട്ടാൽ പൊട്ടുന്ന മനുഷ്യ ബോംബ്. എടി, ചോറ് വാരിക്കൊടുത്ത കൈക്ക് എവ തന്നെ കൊത്തട്ടെ. സത്യഭാമയുടെ സാമ്രാജ്യത്തിന് ദത്തുപുത്രന്റെ സമ്മാനം. പക്ഷേ എനിക്കിപ്പോഴും അവനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ചിറ്റപ്പ. മൂക്കേറിൽ നിൽക്കൂന്നൊരാശങ്ക. പിന്നെ ഓർക്കും, ലഹരി ഇപ്പൊ അവനൊരു മണവാട്ടിയാ. ആ മണവാട്ടിയുടെ കൈകൊണ്ട് തന്നെ അവനൊരു സുഖനിദ്രയും. പക്ഷെ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണം. വരട്ടെ, കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിക്കൊണ്ട് ദിവസങ്ങളൊക്കെ ഒന്ന് അടുത്ത് വരട്ടെ. ഇവരെ കൊണ്ട് തന്നെ നമുക്ക് സത്യഭാമയുടെ വീടിന്റെ അടിവേരി പിഴുതെടുക്കണം. ഒരു മിനിറ്റ്. മോളെ, നീ ഇത് കഴിക്കേ, എന്നിട്ട് കാര്യങ്ങൾ പറയാം. സത്യഭാമയുടെ ചാവടിയന്തരത്തിന്റെ വകയിരുത്താനാണോ ചിറ്റപ്പ? ഇനിയും എന്ത് ചാവല്? എടി, അവരിപ്പോ ചാവാതെ ചത്തുകൊണ്ടിരിക്കുക. ആകെ ഉണ്ടായിരുന്ന മന്ദരിയും ഇപ്പോ കാൽച്ചോട്ടിൽ നിന്ന് ഒലിച്ചു പോവും. എടി, ഒന്ന് കൈയെത്തിച്ച് പിടിച്ചു നിൽക്കാൻ സഹായത്തിന് മക്കളും മരുമക്കളും കൂടി ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? അതാ ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അടിച്ചിറക്കി ശാലിനിയും വിഷ്ണുവിനെയും പിന്നെ ആ കൊച്ചിനെ അടക്കം തെരുവിലേക്ക് ഇറക്കിയെന്ന്. എടി, അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടേ? നമ്മുടെ പദ്ധതികളെല്ലാം
100% വിജയിച്ചതിന്റെ ഒരു സന്തോഷം. അതാണ് ഈ ലഡുവിന്റെ രൂപത്തിൽ മോളുടെ കയ്യിലിരിക്കുന്നത്. ഇതെന്ത് വിജയ ചിറ്റപ്പ? ഇതിപ്പോ വിജയിച്ചത് ശാലിനിയും വിഷ്ണു അല്ലേ? പരാജയപ്പെട്ടത് സത്യഭാമയും നമ്മളും. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. ശാലിനിയും വിഷ്ണു ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ മുഖ്യ അജണ്ട. അവരൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ പിന്നെ അവരെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താനാവില്ല. ഈ കൂട്ടിച്ചേർത്ത കൈകൾ കൊണ്ട് തന്നെ കണ്ണികളർത്ത് കർമ്മങ്ങൾ നടത്തിയ ഒരു ചെറിയൊരു പാരമ്പര്യം എനിക്കുണ്ട്. എടി മോളെ, നിന്റെ സന്തോഷത്തിന് വേണ്ടി വന്ന ചിറ്റപ്പന അതും ചെയ്യും. അത് ചെയ്യണം ചിറ്റപ്പ. ശാലിനിയും വിഷ്ണു ഒന്നിച്ച് ജീവിക്കാൻ ഇടവന്ന ഞാൻ പിന്നെ കാണുന്നത് എന്റെ മരണമാ. എനിക്കത് സഹിക്കില്ല, പിടിച്ചു നിൽക്കാനും ആവില്ല. ഇതെന്തൊരു പകയാണെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. എന്നോട് പലവട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനുള്ള ഉത്തരം ഇനി നമുക്ക് തരുന്നത് അവനാണ്, രോഹിത്താണ് മോളെ. നമ്മുടെ കയ്യിലെ കുട്ടിക്കുരങ്ങനാവൻ. അവനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നതും അവർക്കെതിരെയുള്ള കളികളാ. ഓള് കണ്ടോ, അവരൊന്നിച്ചുള്ള ജീവിതം ഉണ്ടല്ലോ. അല്പായുസാകാനുള്ള മന്ത്രം നമ്മൾ ഓതി കൊടുക്കുന്നതേ അവന്റെ കാതുകളില, രോഹിത്തിന്റെ. എത്രത്തോളം ദ്രോഹിക്കാമോ അത്രത്തോളം ചിറ്റപ്പന്റെ അക്കൗണ്ടിൽ പണം വന്നു ചേരും. ഇത് സുസ്മിത തരുന്ന വാക്കാ. ശത്രുവിനെ ഒതുക്കുന്ന കാര്യത്തിൽ സുസ്മിത ഒരു അക്ഷയപാത്ര ചിറ്റപ്പ. പണം ഒഴുക്കുന്ന അക്ഷയപാത്രം. അച്ഛനും മക്കളും ഭാര്യയും കൂടി ഒരുമിച്ചൊരു കൂരയിൽ ഒടുങ്ങിത്തീരുന്നതായിട്ട് മോളത് സങ്കല്പിച്ചേ. ചുമ്മാന്ന് സങ്കല്പിക്കടി. സങ്കല്പിച്ച പിന്നെ അത് നടത്തണം. ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കില്ല. ആഗ്രഹിച്ചു പോയാ അതിപ്പോ ചങ്ക് പറിച്ചു തരുന്നതിന്റെ ചങ്കായ പോലും സുസ്മിതയ്ക്കത് കിട്ടണം. അതെന്റെ ഒരു വാശിയാ. ആ വാശി എന്നെ ഇവിടം വരെ എത്തിച്ചത്. എങ്കി ഹലോ, മോളൊന്ന് വെയിറ്റ് ചെയ്യ്. ചിറ്റപ്പനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാം. പൊതുജീവിതം തുടങ്ങാൻ പോകുന്ന വിഷ്ണുവിന്റെയും ശാലിനിയുടെയും തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കാൻ പാകത്തിൽ ഒരു കഴുകനെ ഒരുക്കി നിർത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കണ്ണ് തെറ്റിയാൽ കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന പോലെ അതിവിദഗ്ധമായി റാഞ്ചാൻ കഴിവുള്ള ഉപ്പന്റെ കണ്ണുള്ള കഴുകനെ. പിന്നെ അവൻ തീരുമാനിക്കും ആരാ റാഞ്ചണമെന്ന്. മക്കളെ വേണോ അതോ അച്ഛനെ വേണോ, അതുമല്ലെങ്കിൽ അമ്മയെ വേണോ? ആളെണ്ണം പറഞ്ഞ് വിലപേശി തന്നെ അവർ റാഞ്ചും. നമ്മളൊന്ന് പണമെറിഞ്ഞ് നിന്നു കൊടുത്താൽ മതി. എന്നാ പിന്നെ ചിറ്റപ്പനത് കറക്റ്റ് ചെയ്യാൻ നോക്കിക്കോ. പണത്തിന്റെ കാര്യം ഞാനും കറക്റ്റ് ചെയ്തോളാം. വരട്ടെ, എടുത്തിയാടിയപ്പോ ഒന്നും ചെയ്യണ്ട. രണ്ടാം വരവല്ലേ, രണ്ടുപേരുടെയും മധുവിധു കാലമല്ലേ. അതൊന്ന് ചൂട് പിടിച്ച് വരുമ്പോ നമുക്ക് ആളെ ഇറക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.